ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പല ആളുകളും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം ഈ ഒരു കാര്യം പറയുന്നത്. അതായത് കമന്റിലാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്, ഈസി അല്ല എന്നുള്ളത്. ചിലപ്പോൾ ഇത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാത്തതിന്റെ കാര്യമായിരിക്കാം. എനിവേസ്, നമ്മൾ റിലേഷൻഷിപ്പിൽ കുറെ കാര്യങ്ങൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് മാറും എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ പൊതുവെ നോർമലൈസ് ആയിട്ട് കാണേണ്ടത്, അല്ലെങ്കിൽ അത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ സാധാരണമാണ്, അത് ഓക്കെയാണ് എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ്, അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി റിലേഷൻഷിപ്പിൽ നോർമലൈസ് ചെയ്യേണ്ട കാര്യം, ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നോർമലൈസ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയുള്ള ആർഗ്യുമെന്റ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്? അത് തീർച്ചയായും റെസ്പെക്ട്ഫുൾ വേ ആയിരിക്കണം. അതായത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അതേപോലെ തന്നെ ടഫ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ പല ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ ആർഗ്യൂ ചെയ്ത് അത് പിന്നെ വീണ്ടും അവരുമായിട്ട് ആ റിലേഷൻഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത് ഒരു റെസ്പെക്ട്ഫുൾ വേയിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങളിലും നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അവരുടെ ആ ഒരു ആശയത്തോട് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് ആർഗ്യുമെന്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് റെസ്പെക്ട്ഫുൾ വേയിലാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ടഫ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ അത് അവർ ചെയ്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയേണ്ട ചില സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ കുറച്ച് ടഫ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് തന്നെ ആയിരിക്കും. പക്ഷെ ഇതെല്ലാം ഒരു റെസ്പെക്ട്ഫുൾ വേയിലാണ്, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് എന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിരിക്കും. പിന്നീട് വീണ്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അതേപോലെ തന്നെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ടഫ് കോൺവെർസേഷൻസ് നോർമലാണ് ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് ഉണ്ട്. പല ആളുകൾക്കും ഈ പേഴ്സണൽ സ്പേസ് എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ മാറിയിരിക്കുന്നത് അവരുടെ പേഴ്സണൽ സ്പേസ് എടുക്കുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി അവർ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൽപ്പെടുന്നതാണ്. അതേപോലെ തന്നെ അവനവന്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവനവന്റെ ഒരു ഹോബീസ്, താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുന്നു, അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇതൊക്കെ ഓരോ ആളുകളുടെ പേഴ്സണൽ സ്പേസിൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിൽ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽത്തി വേയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊരു റിലേഷൻഷിപ്പിൽ നോർമലാണ്. നേരെ മറിച്ച് റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ജോലി നോക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാറി നിൽക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കേണ്ട യാതൊരുവിധ ആവശ്യകതയുമില്ല. ഇതൊരാളുടെ പേഴ്സണൽ സ്പേസ് ആണ്. ആ പേഴ്സണൽ സ്പേസ് ഓരോ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നുക. അതുകൊണ്ട് തന്നെ പേഴ്സണൽ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, ഹാവിങ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്.
ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എൻറ്റേർഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാതും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഇഷ്ടവും, അല്ലെങ്കിൽ പരസ്പരം എല്ലാ കാര്യത്തിലും ഒത്തുപോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോബീസും ഒരു റിലേഷൻഷിപ്പിൽ നോർമലാണ്. കാരണം ഓരോ വ്യക്തികളും യുണീക്കാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെ താല്പര്യങ്ങളും ഓരോ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ആ വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് അതൊരു ഹോബിയായിട്ട് ചെയ്യാൻ പോലും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് ഒരു ഏൺ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിക്കാൻ ഇഷ്ടമല്ല, ഒരു പ്രൊഫഷനായിട്ട് ഒരു രീതിയിലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ സപ്പോർട്ട് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വെർബൽ സപ്പോർട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നതും ഇനി കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നതും ഒരു റിലേഷൻഷിപ്പിൽ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, എല്ലാ ആളുകളുടെ ഉള്ളിലും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് എല്ലാ ആളുകളും എല്ലാ സമയത്തും ഇങ്ങനെ സീരിയസ് ആയി നടക്കുന്നത് അങ്ങനെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യാം. എനിവേസ്, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്നർ ചൈൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെമ്മറീസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഷൈ ആവേണ്ട കാര്യമോ, അല്ലെങ്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, ഞാൻ ഇത്തരത്തിലുള്ള ഫണ്ണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമോ, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഇന്നർ ചൈൽഡ് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ആളുകളും അതിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ ആളുകളും ഇല്ലെങ്കിൽ ഒരു വിധപ്പെട്ട ആളുകളൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫൺ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് റിലേഷൻഷിപ്പിൽ. ഫൈനൽ വൺ, നിങ്ങളുടെ പാർട്ട്ണർ എടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഇന്റർഫിയർ ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ? ഒരു പക്ഷേ നമ്മൾ എപ്പോഴും റിലേഷൻഷിപ്പ് ടോപ്പിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാരേജിന് മുമ്പ് സംസാരിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യലി എങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഉള്ളത് എന്നുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഓരോ ആളുകൾക്കും ഈ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. സ്പെൻഡ് ചെയ്യുന്നത് തന്നെ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓവറായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ അവർക്ക് ഡിസ്കംഫർട്ടായി ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓവറായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഡിസിഷൻസിലൊക്കെ എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, അല്ലെങ്കിൽ ഒരാൾ അത്രയും അധികം, എസ്പെഷ്യലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും സ്കില്ല് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രൈ ചെയ്തു. അത് അവർക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിരിക്കാം, അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പം അത്തരത്തിൽ അവരെടുത്ത ഡിസിഷൻസിനൊക്കെ പോയിട്ട് ഓവറായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നത് നോർമലൈസ്ഡ് ആക്കേണ്ട ഒരു കാര്യമല്ല. കാരണം അത് റിലേഷൻഷിപ്പിൽ ഡാമേജ് ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓവറായിട്ട് ഒരു കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടഫാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തിയറി ആണെങ്കിലും ഇത് പ്രാക്ടിക്കലായി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനനുസരിച്ചാണ് അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്